തെളിയിരുന്ന റോഡരികിൽ ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു. പെരുമ്പാവൂർ നഗരസഭ 18-ാം വാർഡിലാണ് പൂക്കളുടെ വിളവെടുപ്പ് നടത്തിയത്. റോഡരികിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി വന്ന സാഹചര്യത്തിലാണ് നഗരസഭ ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയത്. നഗരസഭ 18-ാം വാർഡ് മരുത് റോഡിന്റെ വഴിയരികിലായാണ് ചെണ്ടുമല്ലികൾ കൃഷി ചെയ്തത്. നഗരസഭയുടെയും വാർഡ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹകരണത്തോടെയാണ് പൂക്കൃഷി നടത്തിയത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബഷീർ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ അഭിലാഷ് പുതിയടത്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ശുചിത്വോത്സവം പൂക്കളുടെ വിളവെടുപ്പ് നടത്തി. വലിയ സന്തോഷമുള്ള ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നഗരപ്രദേശത്ത് തന്നെ ഏറ്റവും കാട് പിടിച്ച് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു ഇവിടെ. അപ്പോൾ നഗരസഭയിലെ പ്രദേശങ്ങൾ ഏറ്റവും ഭംഗിയാക്കുക, ശുചീകരണത്തിനാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അതിന് സാധാരണ രീതിയിൽ മാലിന്യമുക്തം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും അതിനൊരു പുതിയ പേരിടണം എന്ന് ആദ്യം ആലോചിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എല്ലാവരും കൂടിയാലോചന നടന്നപ്പോൾ മനസ്സിലേക്ക് വന്ന പേരാണ് സുഗന്ധം എന്നത്. നമ്മൾ മോശമായി കിടക്കുന്ന പ്രദേശങ്ങൾ അത് വൃത്തിയാക്കുന്നതിൻ്റെ ഒപ്പം അത് സുഗന്ധപൂരിതമാവണം. അപ്പോൾ അങ്ങനെ സുഗന്ധപൂരിതമാവണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് അങ്ങനെ സുഗന്ധം എന്ന പേരിട്ടത്. അതിൻ്റെ പ്രകാരം നമ്മൾ ഈ പ്രദേശം ആദ്യം ശുചീകരിച്ചു. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രദേശം കാടുപിടിച്ചിരുന്ന മാലിന്യങ്ങൾ നിറഞ്ഞ ഈ പ്രദേശം വൃത്തിയാക്കിയത്. അതിനുശേഷമാണ് പുതിയ ഒരു ആശയം കൂടെ നമ്മുടെ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ ഈ പ്രദേശം ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭൂമി എന്ന ഒരു പ്രൊജക്റ്റും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ഇതുപോലെ തന്നെ വൃക്ഷത്തൈകളും അതുപോലെ തന്നെ പൂച്ചെടികളും വെച്ച് പിടിപ്പിച്ചത്. ഇന്ന് നമ്മുടെ നഗരപ്രദേശത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായി ഇത് മാറിയിരിക്കുന്നു. നമ്മൾ പറയുന്നത് ഈ പൂക്കളുടെ വിളവെടുപ്പെന്നാണ്, പക്ഷേ പൂക്കളൊന്നും പറിക്കാൻ നമുക്ക് തോന്നുന്നില്ല, അത്ര ഭംഗിയായിട്ട് ഇരിക്കുന്നു. ഇത് വളരെ മാതൃകാപരമാണ്. ഈ പദ്ധതി നഗരസഭയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കണം എന്നാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. എല്ലാ വാർഡുകളിലും അതുപോലെ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ പ്രദേശം ഏറ്റവും മനോഹരമാവും എന്നാണ് നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമകൃഷ്ണൻ, കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സന്തോഷ് എന്നിവർ ആശംസകൾ നേർന്നു. എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഭാഗമായാണ് വിളവെടുപ്പ് നടത്തിയതെന്ന് അഭിലാഷ് പുതിയടത്ത് അറിയിച്ചു. പൂക്കൾ ആസ്വദിക്കാത്തവരായി ആരുമില്ല. എന്നാൽ കാട് പിടിച്ചു കിടന്ന ഒരു സ്ഥലം മനോഹരമാക്കി പൂക്കൃഷി ചെയ്ത് ആ പൂക്കളെല്ലാം വളരെ മനോഹരമായി നിൽക്കുന്ന കാഴ്ച ഏറെ ആസ്വാദകരമാവും. പെരുമ്പാവൂർ നഗരസഭ 18-ാം വാർഡിലെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഇതുപോലെ കാട് പിടിച്ച് കിടന്നിരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത്ര വളരെ മനോഹരമാക്കി ചെണ്ടുമല്ലി പൂക്കൾ വിളഞ്ഞു നിൽക്കുന്നത്. ഈ സ്ഥലം എങ്ങനെയാണ് ഇത്ര മനോഹരമാക്കി എടുത്തത്? എല്ലാം ആരൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ട്? ഈ സ്ഥലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഈ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇടുന്ന ഒരു ഏരിയ ആയിരുന്നു. ആ ഏരിയ ഞങ്ങൾ ഇവിടുത്തെ ജനകീയമായി ഞങ്ങളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇനി അടുത്തത് എന്തു ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ആശയമായി മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത് നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ അവരുടെ കൂടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഈ ഒരു കൃഷി ഭംഗിയായി ചെയ്യാൻ സാധിച്ചത്. എത്ര നാളെടുത്തു ഇതിപ്പോൾ ആദ്യം ക്ലീൻ ചെയ്തത് ഞങ്ങൾ മാർച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ക്ലീൻ ചെയ്ത്. പിന്നെ ഇത്ര വീതിയുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ വേറെ ഒരു ഓപ്പൺ ജിമ്മ് പോലെയുള്ള ഒരു പ്രൊജക്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കാലതാമസം ഉണ്ടാവും. അപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ ഒരു പൂ നടാമെന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. ആരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത്? ഇവിടുത്തെ നാട്ടുകാരുടെ ശക്തമായ സപ്പോർട്ടുണ്ട്. എല്ലാത്തിനും കൂടെ നിന്ന് പ്രവർത്തിച്ച് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. മനോഹരമായൊരു പൂന്തോട്ടം സൃഷ്ടിക്കാൻ സഹായിച്ചവർ 5 പേരാണ്. ഇതിൻ്റെ ഏരിയ ഇനി കൂട്ടുന്നുണ്ടോ പൂക്കൃഷിയുടെ? തീർച്ചയായിട്ടും അടുത്തൊരു സ്റ്റെപ്പ് വരുമ്പോൾ നമ്മൾ അപ്പുറത്തും കുറച്ച് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്, അവിടേക്കൂടെ വ്യാപിപ്പിക്കാനാണ് തീരുമാനം. എല്ലാ വാർഡുകളിലും മാതൃകയാക്കുവാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. മലിനമായി കിടക്കുന്ന പരിസരങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ നമുക്ക് ഒരു മടിയും ഉണ്ടാവില്ല. എന്നാൽ ഇതുപോലെ നല്ല വൃത്തിയായ അന്തരീക്ഷത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ നമ്മളൊന്ന് മടിക്കും, അല്ലേ? അപ്പോൾ ഇത് തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.